മൂന്നാറിൽ വീണ്ടും ഒരു അപകടയാത്ര. സ്വകാര്യ ബസ്സിന് മുകളിൽ നിന്ന് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തു. ജയൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജയൻ, മറ്റ് യാത്രക്കാർ പകർത്തിയെടുത്ത് നൽകിയ ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രമേൽ അപകടകരമായൊരു യാത്ര, അത് എങ്ങനെയാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നുണ്ടോ? MVDക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ? ആരും പരാതിയൊന്നും നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ട് ഒരു പക്ഷേ നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റ് യാത്രക്കാരും ഈ ദൃശ്യങ്ങൾ പകർത്തി നമ്മളെക്കൊക്കെ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മറ്റുള്ളവർ ഈ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നത്. ഇതിപ്പോൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന ഒരു നിയമലംഘനമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, മൂന്നാറിലെ റോഡുകൾക്ക് പൊതുവെ ഒരു ചെരിവുണ്ട്. അത് വളവുകൾ തിരിയുമ്പോൾ ആ വാഹനം ഒരു വശത്തേക്ക് ചെരിയാൻ സാധ്യതയുണ്ട്. കാരണം അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ടാണ് അത്തരം ഒരു ചെരിവും ഒക്കെ വരുന്നത്. സാധാരണ നമ്മുടെ ദേശീയപാത പോലെ വളരെ നിരന്ന ഒരു റോഡല്ല. ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാണ് ഈ വിനോദസഞ്ചാരികൾ ഇത്തരം ഒരു യാത്ര നടത്തുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതൊരു വളവാണ്. ആ വളവ് തിരിയുമ്പോൾ തന്നെ വാഹനം കുറച്ച് സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അത് ചെരിയാതെ, അല്ലെങ്കിൽ ആ റോഡിൻ്റെ മധ്യത്തിലൂടെ കയറ്റിയെടുത്തതുകൊണ്ടാണ് ആ വാഹനം ചെരിയാതിരിക്കുന്നത്. സാധാരണ വരുന്നത് പോലെ ആയിരുന്നെങ്കിൽ ഒരു വശത്തേക്ക് ചെരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചെരിഞ്ഞാൽ ആ മുകളിൽ നിൽക്കുന്ന ആളുകളെല്ലാം താഴത്ത് വീഴുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷേ ആ അപകടം അവിടെ നടന്നിട്ടില്ല എന്നതൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ നിയമലംഘനം ഇങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുന്നു. അതിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ നിയമലംഘനം എത്ര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവനവൻ്റെയും മറ്റുള്ളവരുടെയും ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കിയാൽ നന്ന്.